സമൂഹമാധ്യമങ്ങളിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂല സൈബർ പട. വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നിയമ നടപടിക്കൊരുങ്ങി അതിജീവിത രംഗത്തെത്തി. വിവരങ്ങളുമായി മാനസ കൂടി ചേർന്നുണ്ട്. മാനസ, അതിജീവിത ഇത്തരത്തിൽ പരാതി നൽകിയ മുതൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും സൈബർ ബുള്ളിങ്ങുമാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടി നേരിടുന്നത്. ഇപ്പോഴിതാ അതിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ആ പെൺകുട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സൈബർ പട വലിയ രീതിയിലാണ് ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീനിധി. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിജീവിതയുടെ ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് സൈബർ പടകൾ, അതായത് രാഹുൽ അനുകൂല സൈബർ പടകളാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ ഈ അതിജീവിതയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പൊതുവെ ഇത്തരത്തിൽ അതിജീവിതകളുടെ അല്ലെങ്കിൽ അതിജീവിതമാരുടെ ഈ ഫോട്ടോകളോ മറ്റു കാര്യങ്ങളോ ഉൾപ്പെടുത്താനോ പാടില്ല എന്ന ഒരു കാര്യം നിലവിലുണ്ട്. അതുകൂടി മറികടന്നാണ് രാഹുൽ അനുകൂല സൈബർ പടകൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇരയെ പൊതുസമൂഹത്തിനെ തിരിച്ചറിയാവുന്ന വിധത്തിലാണ് പ്രസ്താവനകളും നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങി എന്നതാണ്, അതായത് അതിജീവിത ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. യുവതിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന രാഹുലിന്റെ ഈ സൈബർ ഗ്രൂപ്പുകളിലെ ചർച്ചയും അതിന്റെ സ്ക്രീൻഷോട്ടുകളും ഇതിനോടൊപ്പം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ അനുകൂല സൈബർ പടയുടെ നീക്കം തന്നെയാണ് ഇത് എന്നത് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ രേഖകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക, അതായത് ഈ ഗ്രൂപ്പ് അഡ്മിന്മാരുടെ പട്ടികയടക്കം പോലീസിന് കൈമാറി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത MLA-ക്ക് വേണ്ടി പാർട്ടിയുടെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങൾ തന്നെയാണ് സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്നും ഈ സസ്പെൻഡ് ചെയ്തപ്പെട്ട MLA-ക്ക് വേണ്ടി പാർട്ടിക്കകത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ സഹായകരമായ ഒരു നീക്കം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു കാണിക്കേണ്ടത്. ഏതായാലും ഈ അതിജീവിതയുടെ അതായത് വിവിധ ചിത്രങ്ങൾ ഗ്രൂപ്പ് വഴി പ്രചരിപ്പിക്കുന്നു, വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുന്നു, ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടി എന്ന് പറയുന്നത് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഏറെ മാനസികാവസ്ഥയിൽ തന്നെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും ഇതിനോടകം തന്നെ അവരുടെ മൊഴികളിൽ നിന്നടക്കം തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫേക്ക് അക്കൗണ്ടുകൾ വഴിയും യുവതിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത് രാഹുൽ അനുകൂല സംഘടനകളുടേതാണ് എന്നത് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിക്കാനൊരു ശരി. സമൂഹ മാധ്യമങ്ങളിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല സൈബർ പട. വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നിയമ നടപടിക്കൊരുങ്ങി അതിജീവിത രംഗത്തെത്തിയിരിക്കുകയാണ്. മാനസിയാണ് വിവരങ്ങൾ നൽകിയത്.